വെച്ചിട്ട് ഞാൻ ഡെയിലി ഒരു 30 to 40 ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. ഞാൻ ലൈക് പഠിക്കണ സമയത്ത് ഫൈവ് ഗൈസിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്ന വെച്ചാൽ റെസ്റ്റോറന്റിൽ ക്രൂ മെമ്പറായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ഇഷ്ടമില്ലാതെയാണല്ലോ നമ്മൾ ജോലിക്ക് പോവാ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1 hour ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി എല്ലാ ദിവസവും ഒരു 30-40 ജോബിന് അപ്ലൈ ചെയ്യുമെന്നുള്ളൊരു മൈൻഡ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ദിവസം കിടക്കുക ലൈക് ജോബ്. അപ്പൊ ഞാൻ ChatGPT എടുത്ത് പറയും പ്ലീസ് ആക്ട് ആസ് എൻ ലൈക് ഇന്റർവ്യൂവർ ആസ്ക് മീ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻസ് ChatGPT നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൻസേഴ്സ് ലൈക് നമ്മൾ പഠിച്ച ആൻസേഴ്സ് നമ്മൾ ChatGPT എടുത്ത് പറയും. കൂടുതൽ നെറ്റ്വർക്ക് ഈവന്റ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ എന്താ പറയാ ഇന്റേൺഷിപ്പ് ചെയ്തു. സാറുമാര് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് ലൈക് അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിട്ടിരുന്നു. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തു കുറെ ലൈക് ഇന്റേൺഷിപ്പ് കണ്ടെത്താനും ജോബിന് റെഫർ ചെയ്യാനൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, ജോബ് കിട്ടാനുള്ളൊരു ഇതായിട്ട് തോന്നിയത്. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ പോഡ്കാസ്റ്റിൽ. ഒരു അപ്കമിങ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, എഡ്യൂക്കേറ്റിംഗ് വീഡിയോസ് ചെയ്യുന്നൊരു നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്. ലെറ്റ്സ് വെൽക്കം അൽതാഫ് സലീം ടു അവർ പോഡ്കാസ്റ്റ്. ഹായ് അൽതാഫ്. ഹായ്. സുഖം. ബ്രോ ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡന്റ് ആയിട്ടല്ലേ UK വന്നേ? അതെ, ഞാൻ സ്റ്റുഡന്റ് ആയിട്ടാണ് വന്നത്. ഞാൻ കഴിഞ്ഞ ജാനുവരി 2022 MSc ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എടുത്താണ് ഇവിടെ വന്നത്. കാർഡിഫ് മെറ്റിലാണ് പഠിച്ചത്. ബ്രോ ഇപ്പൊ UK ഇപ്പൊ എവിടെയാ? ബ്രോ ഞാൻ കാർഡിഫിലാണ് ആദ്യമായിട്ട് വന്നതും. അവിടെ കാർഡിഫ് മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അവിടെ തന്നെയാണ് ഇപ്പൊ ജോബും. അപ്പൊ അൽത്താഫ് ഇപ്പൊ വർക്ക് ചെയ്യാണല്ലേ? അതെ, ഞാൻ ട്രാൻസ്പോർട്ട് ഫോർ വെയിൽസ് എന്ന് പറഞ്ഞിട്ട് ലൈക് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലണ്ടനിലുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. അതുപോലെ ട്രാൻസ്പോർട്ട് ഫോർ വെയിൽസിന്റെ മാർക്കറ്റിംഗ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ അവരുടെ അഡ്വർടൈസിങ് ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുക, ലൈക്ക് ഓരോ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾ. ബ്രോ ഇപ്പൊ നാട്ടില് പഠിക്കായിരുന്നോ അതോ വർക്ക് ചെയ്യായിരുന്നോ? ബ്രോ എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഞാൻ MBA ഞാൻ BCom ചെയ്ത നാട്ടിലാണ്, ഭാരത് മാതാ കോളേജ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്താണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ മൂവ് ചെയ്തു. പിന്നെ അവിടെയാണ് ഞാൻ MBA മാർക്കറ്റിംഗ് ചെയ്തത്. അവിടെ രാമയ്യ എന്നിട്ടൊരു കോളേജ് ഉണ്ട്, അവിടെയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യണായിരുന്നു വിപ്രോയിൽ 2 വർഷത്തോളം വർക്ക് ചെയ്തായിരുന്നു. സെയിം ഫീൽഡ് തന്നെയായിരുന്നു, മീഡിയ അനലിസ്റ്റ് എന്നുള്ള ഫീൽഡായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ലൈക്ക് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ലൈക്ക് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ട് വന്നതാണ്. പഠിച്ചിട്ട് തിരിച്ചു പോകാന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പിന്നെ ഇവിടെ ജോബ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കഴിഞ്ഞിറങ്ങിയപ്പോ തന്നെ എനിക്ക് ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോബ് കിട്ടി. അവിടെ ഒരു 6 months വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ജോബ് കിട്ടിയപ്പോ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞപ്പോ തന്നെ ബ്രോന് വർക്ക് കിട്ടിയില്ലേ? അങ്ങനെ ഒരു ഇതായിരുന്നു. ലൈക്ക് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മാക്സിമം ജോബ്സിന് അപ്ലൈ ചെയ്യാന്നുള്ളായിരുന്നു എന്റെ ഒരു ഇത്. നമ്മള് പഠിക്കുന്ന സമയത്ത് തന്നെ കുറച്ചും കൂടി ലൈക്ക് കൂടുതൽ നെറ്റ്വർക്ക് ഈവന്റ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ എന്താ പറയാ ഇന്റേൺഷിപ്പ് ചെയ്തു. സാറുമാര് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് ലൈക്ക് അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിട്ടിരുന്നു. അപ്പൊ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്തു കുറെ, ലൈക്ക് ഇന്റേൺഷിപ്പ് കണ്ടെത്താനും ജോബിന് റെഫർ ചെയ്യാനൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത്, ജോബ് കിട്ടാനുള്ളൊരു ഇതായിട്ട് തോന്നിയത്. ഹലോ, ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് കമന്റ്സ് കേട്ടിരുന്നു. ഇവിടെ ജോബ് മാർക്കറ്റ് ഭയങ്കര ടൈറ്റ് ആണ്, ജോബ് കിട്ടില്ല, അങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് കേട്ടിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേര് വൈറ്റ് കോളർ ജോബിന് വേണ്ടി സെർച്ച് ചെയ്യുന്നതും ഞാൻ അങ്ങനെ കാണാറില്ല. അപ്പോൾ ബ്രോക്ക് എന്ത് തോന്നുന്നു, നമ്മൾ നല്ല രീതിക്ക് ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാവരും പറയണ പോലെ ഇപ്പൊ ഇവിടെ ജോലി കിട്ടാൻ സിമ്പിൾ ആണ്, എല്ലാവരും ഇങ്ങോട്ട് കയറുക അങ്ങനെയൊന്നും പറയണ ഒരാളല്ല. ഇവിടെ ജോബ് കിട്ടാൻ ഡിഫിക്കൽട്ടാണ്. അതിപ്പോ ഏത് നാട്ടിൽ പോയാലും ഡിഫിക്കൽട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു പാഷനുള്ള ഒരു ജോലി കിട്ടാന്നുള്ളത്. ജോലി ഇപ്പൊ എന്ത് ജോലി വേണമെങ്കിലും കിട്ടുമായിരിക്കും. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ കെയർ ഹോം ജോബുകൾ അവൈലബിൾ ആണ്, അതുപോലെ കുറേയധികം ജോബ്. പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി, നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളൊരു ജോലി കിട്ടാനാണ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മള് മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതാണ്. മിക്കവരും ഏറ്റവും ഇഷ്യൂ എന്ന് വെച്ചാൽ പെർസിവറൻസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ലൈക്ക് കുറച്ചാൾ അപ്ലൈ ചെയ്യും, പിന്നെ ആ മൈൻഡ് അങ്ങോട്ട് പോകും, പിന്നെ നമ്മൾ വേറെ ജോലിയൊക്കെ തപ്പി വേറെ ആ വഴി പോകും. അപ്പോ അതിനേക്കാളും നല്ലത് നമ്മളൊരു ലൈക്ക് ഗോൾ വെച്ചിട്ട് ഞാൻ ഡെയിലി ഒരു 30 to 40 ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും. ഞാൻ ലൈക്ക് പഠിക്കണ സമയത്ത് ഫൈവ് ഗൈസിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്ന വെച്ചാൽ റെസ്റ്റോറന്റിൽ ക്രൂ മെമ്പറായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ഇഷ്ടമില്ലാതെയാണല്ലോ നമ്മൾ ജോലിക്ക് പോവാ. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് 1 hour ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി എല്ലാ ദിവസവും ഒരു 30-40 ജോബിന് അപ്ലൈ ചെയ്യുമെന്നുള്ളൊരു മൈൻഡ് ഫിക്സ് ചെയ്തിട്ടാണ് ഞാൻ
എല്ലാ ദിവസവും കിടക്കുക ലൈക്ക് ജോബ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്ത് എന്തായാലും കിട്ടും. പിന്നെന്ന് വെച്ചാല് ജസ്റ്റ് വെറുതെ ജോബ് അപ്ലൈ ചെയ്യാന്നുള്ളതല്ല, നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടോ നോളജ് ഉണ്ടോ കൂടി നോക്കണം. ലൈക്ക് നമ്മൾ വെറുതെ അങ്ങോട്ട് ജോബ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എംപ്ലോയർ നമ്മളെ സെലക്ട് ചെയ്യാനുള്ളൊരു ഇത് നമ്മുടെ ഉണ്ടോ എന്നുള്ളതോടെ നമ്മൾ നോക്കണമല്ലോ. ലൈക്ക് നമുക്ക് സ്കില്ലുണ്ടോ, നമുക്ക് പറഞ്ഞ സർട്ടിഫിക്കേഷൻസ്, ഈ സർട്ടിഫിക്കേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിച്ചു ലൈക്ക് നമ്മൾ മാസ്റ്റേഴ്സ് എടുത്തു എന്നും പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. ലൈക്ക് നമുക്ക് ജോലി ചെയ്യാൻ അറിയോ എന്നുള്ളതാണ് എംപ്ലോയർക്ക് വേണ്ടത്. ഞാൻ ഈ ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വലിയ പോയിന്റ്സ് ഒന്നും കിട്ടാറില്ല. ലൈക്ക് ഇന്റർവ്യൂസിന് നമ്മള് ലൈക്ക് അവർ ചോദിക്കുന്ന ആൻസേഴ്സിന് നമ്മൾ ഈ പ്ലാറ്റ്ഫോംസ് ലൈക്ക് സോഫ്റ്റ്വെയർസ് പ്ലാറ്റ്ഫോംസ് നമുക്ക് അറിയൂ, നമ്മൾ ഈ ജോബ് ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നാണ് അവർ മെയിൻ ആയിട്ട് ലൈക്ക് ഇന്റർവ്യൂസിന് നോക്കാറ്. ഹായ് ബ്രോ. അപ്പൊ ബ്രോ ഇതായിരുന്നു ബ്രോന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ? ബ്രോ എത്ര ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഇന്റർവ്യൂ എക്സ്പീരിയൻസസ്? ഞാന് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന വെച്ചാല് എനിക്ക് ഇവിടെ ഉള്ള നാട്ടിൽ വെച്ചിട്ട് ഞാൻ വിപ്രോയിൽ കയറുന്നതിന് മുമ്പ് കുറെ അധികം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലൈക്ക് നല്ലൊരു അലമ്പ് സമയമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എന്റെ ലൈഫില്. അപ്പോ ആ സമയത്തൊക്കെ ഞാനൊരു അറൗണ്ട് ഒരു 100ഓളം ജോബ് ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തു ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും പിന്നെ ജോബ് ഇന്റർവ്യൂസിനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്. ഇവിടെ വന്നിട്ട് ഞാൻ അധികം ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒരു 10-15 ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. അതിലൊരു 13-12 ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ക്രാക്ക് ചെയ്തായിരുന്നു. പിന്നെ അതിനനുസരിച്ച് ലൈക്ക് ലാസ്റ്റ് പിന്നെ നമുക്കൊരു ചോയ്സ് ആണല്ലോ. എനിക്ക് കാർഡിഫിൽ നിന്ന് മൂവ് ഔട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. മിക്ക ജോബും എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ഒക്കെ മെയിൻ ആയിട്ട് ലണ്ടൻ സൈഡൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മിക്ക ഞാൻ ചൂസ് ചെയ്തില്ല. ഞാൻ കാർഡിഫ് തന്നെ നോക്കാന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക്. ബ്രോനെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ? ലൈക്ക് ബ്രോ, ഞാൻ ആദ്യം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയത് യൂട്യൂബിലാണ്. ഞാൻ 2021 കോവിഡിന്റെ സമയത്തൊക്കെയാണ് ഞാൻ ഭയങ്കര മൂവി ബഫ് ആയിട്ടുള്ള ആളാണ്. ലൈക്ക് സിനിമകളെ കുറെ കാണുന്ന ആളാണ്. അപ്പോ ലൈക്ക് സിനിമയിലൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. കുറെ ലൈക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ഒക്കെ ആവാന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ നടന്നതാണ് ഡിഗ്രി കഴിഞ്ഞ സമയത്ത്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇതുപോലെ ഈ ഇന്റർനാഷണൽ മൂവീസ് ലൈക്ക് ക്ലാസിക് മൂവീസ് ഒക്കെ ഇല്ലേ, ഇറാനിയൻ, ഫ്രഞ്ച്, ഇങ്ങനത്തെ മൂവീസ് ഒക്കെ കാണുമായിരുന്നു. അപ്പോ അതിന്റെ മൂവി റിവ്യൂസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു ലൈക്ക് ആ കോവിഡിന്റെ സമയത്ത്. അത് കുറെ നാള് പോയി. അത് അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പോയ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്ലാൻ കിട്ടിയത്. അപ്പൊ ഞാൻ പിന്നെ അത് പിവോട്ട് ചെയ്തിട്ട് UK ബേസ്ഡ് കോണ്ടന്റുകൾ ഇടാൻ തുടങ്ങി യൂട്യൂബില്. പിന്നെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയിട്ട് ഒരു 1 year ആയിട്ടുള്ളൂ. യൂട്യൂബ് പിന്നെ ലൈക്ക് നമുക്ക് ജോബൊക്കെ ആയി കഴിഞ്ഞപ്പോ ജോബ് തന്നെയല്ല, പാർട്ട് ടൈം സമയത്ത് പാർട്ട് ടൈം ജോബും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പഠിക്കാനും വേറെ പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ലോങ് ഫോം കോണ്ടന്റുകൾ ലൈക്ക് യൂട്യൂബ് എന്ന് പറയുമ്പോൾ മിനിമം ഒരു 5-6 മിനിറ്റ്സിന്റെ കോണ്ടന്റെങ്കിലും ഇടണമല്ലോ. അപ്പൊ അതിരുന്ന് എഡിറ്റ് ചെയ്യാനും പിന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ടൈമിന്റെ ഇഷ്യൂ കാരണമാണ് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം ആകുമ്പോൾ പിന്നെ നമുക്ക് കോണ്ടന്റ് പെട്ടെന്ന് പരിപാടികളിലേക്ക് ഒരു 60 സെക്കൻഡ്സിനടിയിലുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കിയിടാനും പറ്റും. അതുപോലെ തന്നെ ഞാൻ മെയിൻ ആയിട്ട് ഇൻസ്റ്റാഗ്രാം കോണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാല് എന്റെ ഫീൽഡ് സോഷ്യൽ മീഡിയ ആണ്. ലൈക്ക് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അപ്പോ എന്റെ കരിയറിനും കൂടി ഇത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോ ഞാൻ പറയണ വെച്ചുകഴിഞ്ഞാല് എനിക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം, ലൈക്ക് ഗ്രൗണ്ട് റോൾ അറിയാം, എങ്ങനെയാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ AI വർക്ക് ചെയ്യണത്, ലൈക്ക് കോണ്ടന്റുകൾ എങ്ങനെയാണ് ബൂസ്റ്റ് ആവുന്നത്, ഇത് കാര്യങ്ങളെല്ലാം നമുക്കറിയാം. കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്യൂമിലും വെക്കും, എന്റെ CVയിലും വെക്കും. അപ്പൊ അതിനെല്ലാം കൂടിയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇറ്റ് വാസ് ആക്ച്വലി ഫൺ ബിക്കോസ് എനിക്ക് അങ്ങനെ അധികം ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഒപ്പീനിയൻ പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒപ്പീനിയൻ ഞാൻ പറയും. അപ്പൊ അത് ലൈക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളത് തോന്നുന്നത്. ഓക്കെ, ബ്രോന്റെ ലൈഫ് UK വന്നിട്ട് എങ്ങനെ മാറിയിട്ടുണ്ടാവും? ലൈക്ക് നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ ലൈഫൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും. ബ്രോന്റെ ലൈഫ് ഇവിടെ വന്നിട്ട് മാറിയെന്ന് തോന്നുന്നുണ്ടോ ബ്രോയ്ക്ക്? അപ്പൊ ബ്രോ, എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യം പറയാം. എനിക്ക് തോന്നിയിട്ടുള്ളത് 2 ടൈപ്പ് ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ ആരെ കുറ്റം പറയണല്ല, ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്നതാണ്. 2 ടൈപ്പ് ആൾക്കാരാണ് ഇപ്പൊ UK ഉള്ളത്. ഒരാൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് അവരിപ്പോഴും നാട്ടിലാണെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്. മറ്റാൾക്കാരെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള എല്ലാ കൾച്ചറും റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ എനിക്ക്
എപ്പോഴും എല്ലാ കൾച്ചറും റെസ്പെക്ട് ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ നിൽക്കാൻ താല്പര്യം. കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും കൂടുതലും ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ്, ലൈക്ക് എന്റെ റൂംമേറ്റും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷുകാരൊക്കെയാണ്. അപ്പോ എനിക്ക് ഇപ്പൊ നാട്ടില് നമ്മള് ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് നമ്മള് ലൈക്ക് കേരളത്തിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ ചെല്ലുന്ന സമയത്ത് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്റെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര ബാഡ് ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ പരിപാടിയൊക്കെ. ലൈക്ക് കുറെ ബാഡ് ഇതൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ ബാംഗ്ലൂർ വന്നിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ഇവിടേക്ക് വന്നു യു കെയിലേക്ക് വന്നു കഴിഞ്ഞാല് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഞാനൊരു ആലോചിക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് അങ്ങനെ സംസാരിച്ച് ആൾക്കാരെയൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോ പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ലൈക്ക് കൾച്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ലൈക്ക് എന്താ പറയാ, വേറൊരു ലൈക്ക് എനിക്ക് വലിയ യു കെയിൽ വന്നെന്നും പറഞ്ഞിട്ട് യു കെ ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇപ്പോഴും തോന്നിയിട്ടില്ല. ലൈക്ക് ഞാൻ യു കെയിലാണെന്നുള്ളത് നാട്ടിൽ തന്നെയാണ്, ലൈക്ക് ബാംഗ്ലൂർ പോലൊരു സ്ഥലത്താണ്. പക്ഷെ ബിൽഡിങ്സ് ഒക്കെ മാറിയിട്ടുണ്ട്, ആർക്കിടെക്ചർ ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാരെല്ലാരും ഹ്യൂമൻ ബീങ്സ് എല്ലാരും സെയിം ആണെന്നുള്ളത് എനിക്ക് തോന്നിയേക്കണം. അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല ആക്ച്വലി. ഓക്കെ ബ്രോ, ഇപ്പൊ നാട്ടിൽ ഇവിടെയും വർക്ക് ചെയ്ത് വെച്ച് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഡിഫറൻസ് ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ ബ്രോക്ക്? ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ അവരായിട്ട് നമ്മുടെ അടുത്ത് പറയും. ഈവൻ നമ്മളിപ്പോ ഒരു 5 മണിക്ക് ശേഷം വർക്ക് ചെയ്യണമെങ്കിൽ എന്റെ മാനേജർ എന്റെ അടുത്ത് പറയും, ലൈക്ക് അൽത്താഫ് പൊക്കോ, വീട്ടിൽ പൊക്കോ, ഇനി വർക്ക് ഒന്നും വേണ്ട ഉള്ള രീതിയിൽ പറയും. ഫ്രൈഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും വർക്കിംഗ് അവേഴ്സ് 5 മണി വരെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേനും എല്ലാവരും പിന്നെ ചില്ലാണ്. ഉച്ചയ്ക്ക് കഴിയുമ്പോഴത്തേനും നമ്മൾക്ക് ലൈക്ക് വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോവാം, അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവർക്ക് റിസൾട്ട് ആണ് വേണ്ടത്. മോറോവർ ലൈക്ക് നമ്മൾ ഇങ്ങനെ കുറെ സമയം ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഇവർക്ക് കറക്റ്റ് ആയിട്ട് വർക്കുകളെല്ലാം കാര്യങ്ങളെല്ലാം നടക്കണം, അത്രേ ഉള്ളൂ എനിക്ക് തോന്നിയേക്കണേ. പിന്നെ നമ്മുടെ ഹാപ്പിനെസ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അപ്പൊ ബ്രോയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ അപ്പൊ എന്താണ്? ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് പോവാ, ഒരു യൂട്യൂബർ അങ്ങനെ ഒരു ഇതിലേക്ക് പോവാ, അതാണോ? അതോ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ബേസ്ഡ് ആയിട്ട് ഒരു കരിയർ ബിൽഡ് ചെയ്യുക, അങ്ങനെയാണോ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നത്? കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സംഭവം ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇപ്പൊ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ വർക്ക് ചെയ്യണ കമ്പനിയിൽ സ്പോൺസർഷിപ്പിന്റെ കാര്യമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്യണ കമ്പനിയിൽ സ്പോൺസർഷിപ്പ് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് സ്പോൺസർഷിപ്പ് എടുത്ത് ഇവിടെ നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് അങ്ങനെ എല്ലാവരും പോലെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം, യു കെ തന്നെ ഇവിടെ നിൽക്കണം, എന്ത് ജോലി ചെയ്താലും ഇവിടെ നിൽക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഇല്ല. എന്റെ ജോബ് റോൾ ഇപ്പോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ജോബ് റോളാണ്. അപ്പൊ അതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് രക്ഷപ്പെടാം, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ളൊരു ഇതാണ്. ഇപ്പൊ നമ്മുടെ സ്കില്ലിലും നോളേജിലും നമുക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞ എന്റെ ഈ കമ്പനിയിൽ ഇവർക്ക് സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ട്, സ്പോൺസർ ചെയ്യാനും പറ്റും. ഇപ്പൊ എന്റെ സാലറി സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്യാനും പറ്റും. പക്ഷെ എന്തോ ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് എനിക്ക് ഒരു ഫ്രണ്ടിനോട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞങ്ങള് ലണ്ടൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ അതിന്റെ നമ്മള് ഫ്രീലാൻസ് ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫുൾ ടൈം ആയിട്ട് ചെയ്യാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല, കാരണം നമുക്ക് അതിനുള്ള ഇൻകം ആയിട്ട് തുടങ്ങിയിട്ടില്ല, ലൈക്ക് മന്ത്ലി സാലറി എടുക്കാനുള്ള ഇൻകം ആയിട്ടില്ല. പക്ഷെ നമ്മള് വർക്ക് അത്യാവശ്യം ചെയ്യുന്നുണ്ട്. നമ്മള് ഇവിടുത്തെ യു കെയിലെ ക്ലയൻസ് അല്ലാതെ ദുബായിലുള്ള കുറച്ച് ക്ലയന്റും ഉണ്ട്, ആഫ്രിക്കയിൽ 1-2 ക്ലയൻസും ഉണ്ട് നമുക്ക്. ഇവർക്ക് വേണ്ടി നമ്മൾ വർക്ക് ഓൾറെഡി ചെയ്യുന്നുണ്ട്, നാട്ടില് ടീമുണ്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെയും നമുക്കൊരു ഓപ്ഷനാണ്, പ്ലാൻ ബി പോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആ കമ്പനി ഇവിടെ ഇതുപോലെ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എപ്പോഴും കേൾക്കണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്യാം യു കെയിൽ നിൽക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ നമുക്ക് വലിയ പ്ലാൻസ് ഒന്നുമില്ല, ഇങ്ങനെ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോവാം. അല്ലെങ്കിൽ യൂറോപ്പിൽ ജർമ്മനി പോലുള്ള സ്ഥലമൊക്കെ ഇപ്പൊ കുറച്ചുകൂടി ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയാ, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് ജർമ്മനിയിൽ നിന്നും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അങ്ങനെ എങ്ങനെ മൂവ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ് എന്റെ മൈൻഡ് ഇപ്പൊ. അപ്പൊ ബ്രോ ലൈക്ക് നമ്മളിവിടെ കുറെ പേര് കെയർ ഹോം വിസയ്ക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. അത് നമുക്കിവിടെ ഒരു ജോബിനൊരു കുറവുള്ള ലൈക്ക് ഒരു സ്കാർസിറ്റി ഉള്ളതുകൊണ്ടാണോ, അതോ ലൈക്ക് എന്താണ് ബ്രോന്റെ ഒരു വ്യൂ അതില്? ഞാൻ ഈ സമയത്ത് ഒരു കെയർ ഹോം വിസ എടുത്തു, ഇവിടെ നിന്ന് ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് 33-34 വയസ്സാവും. അപ്പൊ നമുക്ക് വേറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായോ? അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ഫീൽഡിലേക്ക് തിരിച്ചു പോകാനോ നമുക്ക് പാഷനുള്ള ഫീൽഡിലേക്ക് തിരിച്ചു പോകാനോ പറ്റില്ല. അപ്പോ എപ്പോഴും നമുക്കൊരു വയസ്സായിട്ടുള്ള ഡിസിഷൻ എടുക്കാന്നുള്ളതാണ് ഉള്ളത്. കാരണം നമ്മൾ ഇപ്പൊ എടുക്കുന്ന ഡിസിഷൻ നമ്മുടെ ഫ്യൂച്ചറിനെ ചിലപ്പോൾ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ലൈക്ക് ഞാൻ എല്ലാവരുടെയും കാര്യം പറഞ്ഞല്ല, 80% ആൾക്കാരും ഇങ്ങനെയാണ്. ലൈക്ക് ക്യാഷ് കിട്ടും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് പോണേ. പിന്നെ കുറെ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് ഇതുപോലെ ഒരു വർഷം 2 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം നമുക്ക് ഈ വിസയിൽ നമുക്ക് വേറെ വിസയിലേക്ക് മാറണമെങ്കിൽ നമുക്ക് ആ 30 ഡേയ്സ്, എന്റെ അറിവ് ശരിയാണെങ്കിൽ 30 ഡേയ്സ് 45 ഡേയ്സ് എന്തോ സമയമുള്ളൂ. ആ 30 ഡേയ്സിനുള്ളിൽ നമ്മള് വേറെ വിസയിലേക്ക് മാറണം, അല്ലെങ്കിൽ നാട്ടിൽ പോകേണ്ടി വരും. അപ്പൊ ആ 30 ഡേയ്സ് കൊണ്ട് ഒരു ജോബ് കണ്ടെത്താന്നൊക്കെ പറയണത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കെയർ ഹോം വിസ എടുക്കാം നിങ്ങൾക്ക്. അവരാണെങ്കിലും കെയർ ഹോം വിസ നിങ്ങൾക്ക് ലൈക്ക് കെയർ ഹോം ഒരു ആളെ ഞാൻ കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് 2-3 മാസം. പക്ഷെ എനിക്കത് ആ ജോബ് സെറ്റ് ആയില്ല. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കെയർ ഹോം ബസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ഇവിടെ ജോലിക്കൊന്നും കമ്മിയൊന്നുമില്ല, ഇവിടെ ജോബ് ഓപ്പണിങ്സും കാര്യങ്ങളും ഉണ്ട്. കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. ഇപ്പൊ പിള്ളേരെ കുറെ പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. പക്ഷെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ലൈക്ക് അതാണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. ക്രാക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ പെർസിവറൻസ് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീൽഡിൽ ജോബ് കണ്ടെത്താൻ ലൈക്ക് ചാൻസസ് ഉണ്ട്. അൽത്താഫിന് ഇപ്പൊ ഈ ജോലി ഇപ്പൊ പറഞ്ഞപ്പോ നമുക്കിപ്പോ ജോലി അപ്ലൈ പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് കിട്ടുന്നത്? ഇൻഡീഡ് ആണോ അതോ അങ്ങനെ വേറെ, അതോ ഇവരുടെ സൈറ്റിലേക്ക് നേരിട്ട് പോയി അപ്ലൈ ചെയ്യായിരുന്നു? എങ്ങനെയായിരുന്നു ജോലി അപ്ലൈ ചെയ്തത്? ഓക്കെ ബ്രോ, ഞാനപ്പോ എന്റെ ഒരു ഇത് പറയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോ എന്റെ പെർസ്പെക്ടീവിലാണ് പറയുള്ളൂ. കാരണം ചിലപ്പോ ഈ പോഡ്കാസ്റ്റ് കാണുന്നവർ ചിലപ്പോ എന്റെ സെയിം ജോബ് റോളിലുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി പറയാൻ പറ്റുന്ന എന്റെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോ ഞാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ പഠിച്ചത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഇഷ്ടംപോലെ ഫീൽഡുകളുണ്ട്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, SEO, വെബ്സൈറ്റ് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഞാൻ കോപ്പി റൈറ്റിംഗ്. അപ്പൊ ഞാന് ഒരു ജോബ് റോൾ സെറ്റ് ചെയ്യും. എന്റെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കണം ജോബ് റോൾ സെറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു CV ക്രിയേറ്റ് ചെയ്യും. കീവേഡ്സ് ഒക്കെ വെച്ചിട്ട് ഒരു CV ക്രിയേറ്റ് ചെയ്യും. ആ CV ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ലൈക്ക് എനിക്ക് 2 ടൈപ്പ് ഇൻഡീഡും ലിങ്ക്ഡിനും എടുക്കുകയാണെങ്കിൽ, ഇൻഡീഡിൽ മെയിൻ ആയിട്ട് ഞാൻ കണ്ടേക്കുന്നത് ഒരു മീഡിയം സ്കെയിൽ സ്റ്റാർട്ടപ്സ് പോലുള്ള കമ്പനികളാണ് മെയിൻ ആയിട്ട് ഇൻഡീഡ് ത്രൂ ജോബ് ഹണ്ട് ചെയ്യണം. വലിയ വലിയ കമ്പനീസ് മെയിൻ ആയിട്ട് ലിങ്ക്ഡിൻ ത്രൂ ആണ് അവരുടെ ജോബ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം. അപ്പോ ഈ പറഞ്ഞ ചില കമ്പനീസ് നമുക്ക് ഭയങ്കര കയറണമെന്ന ഇൻട്രസ്റ്റ് ഉള്ള കമ്പനീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ കമ്പനീസിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്യും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയാണ് ചെയ്യണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിന്റെ സെയിം ഫോണ്ടും കാര്യങ്ങളൊക്കെ, കാരണം ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് അവരുടെ സെയിം ഫോണ്ട്, അങ്ങനത്തെ അവരുടെ സെയിം കളർ പാറ്റേൺ ഒക്കെ പിടിച്ചിട്ടാണ് ഞാൻ CV ചെയ്യുക. കുറച്ചുകൂടി സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് ഇരിക്കാൻ വേണ്ടി CV ലൈക്ക് എല്ലാവരുടെയും ഇതിൽ നിന്നും. അപ്പൊ നമ്മുടെ CV മാക്സിമം ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പൊ ചിലവര് ഞാൻ 1-to-1 കോളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പൊ ചിലവര് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ വെക്കാറുണ്ട് എന്നൊക്കെയുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് ലൈക്ക് നമ്മൾ ഫേക്ക് എക്സ്പീരിയൻസ് ചിലവർ വെക്കും, ഓൾറെഡി സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്റർവ്യൂവിനും കാര്യങ്ങൾക്കൊക്കെ ലൈക്ക് ഇതിനെപ്പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി അറിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ഇവിടുത്തെ ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല ടെക്നിക്കൽ ലൈക്ക് ഓറിയന്റഡ് ഇന്റർവ്യൂ. ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നോർമലി അറിയാലോ, HR ആയിരിക്കും നമ്മൾ വിളിച്ച ടെലിഫോണിക്കല് ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 2nd റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 3rd റൗണ്ട് ഇന്റർവ്യൂ ഉണ്ട്. ഇങ്ങനെ നോർമലി ഒരു ഇന്റർവ്യൂസ് ഉണ്ടാവുക. 3rd റൗണ്ടിലേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം 2nd റൗണ്ടിൽ മെയിൻലി ടെക്നിക്കൽ ഓറിയന്റഡ് ഇന്റർവ്യൂസ് ആണ് മെയിൻ ആയിട്ട്. ലൈക്ക് അവർ കൂടുതലും നിങ്ങൾ ചെയ്ത പ്ലാറ്റ്ഫോംസ്, പിന്നെ നമ്മള് CV പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാണിക്കണം. അതായത് സർട്ടൻ നമ്പേഴ്സ്, ഡിജിറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ CVയിൽ. നമ്മൾ ഇത്രയും അക്യൂർ ചെയ്തു, ഇത്രയും പെർസെന്റേജ് ഓഫ് സെയിൽസ് ഇൻക്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എംപ്ലോയേഴ്സിന് കുറച്ചുകൂടി മനസ്സിലാവും ലൈക്ക് ദിസ് പേഴ്സൺ ഇസ് എ റിസൾട്ട് ഓറിയന്റഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ. അപ്പോ ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ലൈക്ക് നമ്മളിപ്പോ ഇങ്ങനെ എഴുതി വെച്ചാലും നമ്മള് ഇന്റർവ്യൂസ് സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഈ ഫേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഈ ഫീൽഡിനെ പറ്റി. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് ഇതിനെപ്പറ്റി ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വെച്ചുമ്പോ പ്രശ്നമാണ്. ഇപ്പൊ എന്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഞാൻ എന്റെ ഒരു സ്കില്ലിന്റെ അകത്ത് SEO എന്നും പറഞ്ഞാൽ എഴുതി വെച്ചായിരുന്നു. അപ്പൊ എന്റെ ഒരു എനിക്ക് SEO അറിയാവുന്നുള്ളായിരുന്നു എന്റെ ഒരു കാരണം നമ്മുടെ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് SEO കാര്യങ്ങളൊക്കെ.
പക്ഷെ ഇന്റർവ്യൂവിന് വന്നപ്പോ അവര് എന്റെ അടുത്ത് ചോദിച്ചു ലൈക്ക് SEO നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞു ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു SEO എന്നുള്ള രീതിയിൽ. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ എനിക്ക് SEO പറ്റി ഒരു 25-30% മാത്രമേ എനിക്കറിയുള്ളൂ, ബാക്കി എനിക്കറിയില്ല. അപ്പോ ലൈക്ക് നമുക്ക് അറിയാവുന്ന പൂർണ്ണമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം അപ്പൊ തന്നെ ഞാൻ ഈ ഇന്റർവ്യൂവിന് അപ്പൊ തന്നെ അവർ എന്റെ അടുത്ത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ ജോലി എനിക്ക് കിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാവുന്ന കാര്യം മാത്രം CV-യിൽ എഴുതാന്നുള്ളതാണ് മെയിനായിട്ട് പറഞ്ഞത്. ഞാൻ വേറൊരു ടിപ്പ് കൂടി പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇന്റർവ്യൂവിന് വിളിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ എനിക്ക് ട്രാൻസ്പോർട്ട് ഫെയിൽസിന് ഇന്റർവ്യൂവിന് മുമ്പായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ChatGPT എല്ലാവരും യൂസ് ചെയ്യണതാണല്ലോ. അപ്പൊ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാൻ ChatGPT കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന്റെ ലിങ്കും കോപ്പി ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ എന്റെ പ്രൊഫൈലിന്റെ ലിങ്കും എന്റെ CV-യുടെ ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ലൈക്ക് ഞാൻ ഈ ജോബ് ഇന്റർവ്യൂവിന് പോവാണ്, എനിക്ക് ഇതിന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു 15-20 ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞുതരാൻ പറയും. ലൈക്ക് ഈ ഇന്റർവ്യൂവിന് ചോദിക്കാവുന്ന 15-20 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT അത് പറഞ്ഞുതരും. അത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ChatGPT-യുടെ സൈഡിൽ ഇപ്പോ ഫോണിന്റെ ആപ്പിന്റെ അകത്തൊരു ഹെഡ്ഫോണിന്റെ ചിഹ്നമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാം ChatGPT ആയിട്ട്. അപ്പൊ ഞാൻ ChatGPT എടുത്ത് പറയും പ്ലീസ് ആക്ട് ആസ് എൻ ലൈക്ക് ഇന്റർവ്യൂവോ ആസ്ക് മീ ക്വസ്റ്റ്യൻസ് എന്ന്. അപ്പൊ ഈ സെയിം ക്വസ്റ്റ്യൻസ് ChatGPT നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത ആൻസേഴ്സ് ലൈക്ക് നമ്മൾ പഠിച്ച ആൻസേഴ്സ് നമ്മൾ ChatGPT എടുത്ത് പറയും. അപ്പൊ ChatGPT എല്ലാം ഈ ഇന്റർവ്യൂ എല്ലാം കഴിയുമ്പോഴത്തേനും ChatGPT നമ്മൾ ചോദിക്കും ലൈക്ക് ഹൗ ഡിഡ് ഐ പെർഫോം ഇൻ മൈ ഇന്റർവ്യൂ, എന്തൊക്കെയാണ് ഡ്രോബാക്സ് ഉണ്ടായിരുന്നത് ചോദിക്കുമ്പോൾ ChatGPT അതിനനുസരിച്ച് ഡ്രോബാക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതിനനുസരിച്ച് പിന്നെ ഒന്നുകൂടി പ്രിപ്പയർ അങ്ങനെ ഒരു 6-7 മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ എടുക്കുമ്പോഴത്തേനും നമ്മൾ കോൺഫിഡന്റ് ആവും ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ലൈക്ക് ആൻസർ ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മൾ കോൺഫിഡന്റ് ആവും. പിന്നെ ChatGPT നമ്മുടെ അടുത്ത് പറയും ലൈക്ക് യു ആർ റിയലി ഗുഡ് ഇൻ ഇന്റർവ്യൂ. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പിന്നെ ചിലപ്പോൾ ഈ സമയത്ത് ഇന്റർവ്യൂസിന് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല എന്നും വരും. പക്ഷെ നമ്മൾ ഓൾറെഡി കോൺഫിഡന്റ് ആണ്, നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. പിന്നെ സെയിം ആൻസേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെയിം ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ് ചോദിക്കണമെങ്കിലും സെയിം ആൻസേഴ്സ് എവിടെയെങ്കിലും കുത്തിക്കയറ്റാനൊക്കെ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ആയിരിക്കും ലൈക്ക് എന്താ പറയാ കോൺഫിഡന്റ് ആയിരിക്കും നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. അതാണ് ഞാൻ നോർമലി ചെയ്യുക ഇന്റർവ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ. ബ്രോ ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നുണ്ട് ഈ ഇൻടേക്കില്. അപ്പൊ ആ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ലൈക്ക് എന്താ പറയാ നിങ്ങൾ പഠിച്ച ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ പാഷനുള്ള ഫീൽഡിൽ ജോലി കണ്ടെത്തണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ വന്ന് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തുടങ്ങിയേക്കണം. അതായത് സ്കില്ലുകൾ അറ്റൻഡ് ചെയ്യുക, പുതിയ പുതിയ സ്കില്ലുകൾ ഒപ്റ്റെയിൻ ചെയ്യുക, അതുപോലെ നോളേജും കാര്യങ്ങളൊക്കെ ലൈക്ക് ഒപ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുക, അവരുടെ ഇന്റേൺഷിപ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നോക്കുക. പിന്നെ ഇതുപോലുള്ള ബിസിനസ് ഈവന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ പോവുക, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ച് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങുക. അതുപോലെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ആക്കാൻ തുടങ്ങുക. ലിങ്ക്ഡിനിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ തുടങ്ങുക. അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോബ് കണ്ടെത്താം എന്നുള്ളൊരു മൈൻഡ് ആണെങ്കിൽ അത് എന്താ പറയാ നല്ല സമയം എടുക്കും, ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. ആ സമയത്തിനും നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടാനുള്ള ചാൻസും ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മൾ കെയർ ഹോം വിസ എടുത്തിട്ട് നമ്മൾ കെയർ ഹോമിലേക്ക് കയറി അങ്ങനെ നമ്മുടെ ലൈഫ് വേറൊരു പാത്തിലേക്ക് പോകും. അപ്പോ അതൊന്നും വേണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാവുന്നതാണ്. പ്ലാനിങ് ആണ് നമ്മുടെ ലൈഫിൽ ലൈക്ക് സക്സസിലേക്ക് നയിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലൈക്ക് ഇപ്പൊ UK ഇപ്പൊ കുറെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഒരു ടോപ്പിക്ക് ഇപ്പൊ എന്തെങ്കിലും സംസാരിക്കണതിന് മുമ്പ് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിടണവര് ഉണ്ട്, കുറച്ച് അങ്ങനെ ചെയ്യാത്തവരുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള വ്യൂ എന്താ ബ്രോ? മിക്കവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടേക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും എന്താ പറയാ പോപ്പുലർ ആവുക, കുറെ ഫോളോവേഴ്സ് കൂട്ടുക എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് എല്ലാവരും വീഡിയോസ് ഇടുന്നത്. അപ്പൊ എന്റെ ഒരു അതല്ല ലൈക്ക് ഫോളോവേഴ്സ് കൂട്ടാം. അപ്പൊ എന്റെ ഫോളോവേഴ്സ് എടുത്ത് നോക്കിയാൽ എനിക്ക് അധികം ഫോളോവേഴ്സ് ഒന്നുമില്ല. ഞാൻ നോർമലി ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരാളല്ല. പക്ഷെ അത്യാവശ്യം എൻഗേജ്മെന്റ് ഉണ്ട് വീഡിയോസിന്. പക്ഷെ പറയണ കാര്യങ്ങള് സ്ട്രെയിറ്റ് ആയിരിക്കണം, എന്താണ് പറയാ ലൈക്ക് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു മൈൻഡാണ് എനിക്കുള്ളത്. അപ്പോ ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിള് കുറെ കോണ്ടന്റ് എനിക്കറിയാവുന്ന പേഴ്സണലി അറിയാവുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ് UK-യിലുള്ള അത്യാവശ്യം നല്ല ലൈക്ക് 50K 45K 200K ഒക്കെ ഉള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോ അവരിങ്ങനെ ജോബിന്റെ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടുന്നു, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നു. അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതുവരെ അവരൊരു ജോബ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല.
ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറഞ്ഞിട്ടോ, കുറച്ചു പേരുടെ കാര്യം പറഞ്ഞത്, ഇൻഫ്ലുവൻസേഴ്സിന്. അപ്പൊ ജോബ് ഇന്റർവ്യൂസും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാതെ, ലൈക്ക് അവർക്ക് എന്താണ് ഗ്രൗണ്ട് ലെവലിൽ നടക്കണേന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ, ലൈക്ക് വേറെ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കണ്ട വീഡിയോ കണ്ടിട്ട് അത് ജസ്റ്റ് കോപ്പി, ലൈക്ക് അവരുടെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നുള്ള ഇതിലാണ്. അപ്പോ അതില് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളൊരു ഇതില് ആയിരിക്കണമല്ലോ, ലൈക്ക് ഗ്രൗണ്ട് റിയാലിറ്റി അറിയണമല്ലോ, എങ്ങനെയാണ് ഒരു ജോബിലേക്ക് എത്തിക്കാന്നുള്ളത്. അപ്പോ ഇപ്പൊ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ്, കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയാ, ലൈക്ക് വർക്ക് ചെയ്തിട്ട്, നമ്മുടെ നോളേജിൽ വർക്ക് ചെയ്തിട്ട് പുതിയ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണേ അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ ബ്രോ, അപ്പോൾ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പേഴ്സണലി എഫക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലൈഫിൽ ഡൗൺ ആക്കിയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ലൈക്ക് ഞാൻ ഈയിടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളിവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ UK-ല്, മറ്റേ ലൈക്ക് എന്താണ് മറ്റേ ഇന്ത്യൻസും പാകിസ്ഥാൻസ്, ലൈക്ക് ഏഷ്യൻസിനെതിരെ നോർമലി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ അതില് കുറെ പേര് എന്റെ അടുത്ത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിന്നായതുകൊണ്ട്, പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിന്നായതുകൊണ്ട് കുറെ പേര് വന്നിട്ട് എന്റെ അടുത്ത് ലൈക്ക് സിറിയയിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വെച്ചാൽ എന്റെ ഒരു മൈൻഡ് സെറ്റിൽ എന്ന് വെച്ചാല് മലയാളീസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, കുറച്ചും കൂടി എന്താ പറയാ, വിവരമുള്ള ആൾക്കാർ, കുറച്ചും കൂടി ഓരോരുത്തർ അവരുടേതായ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എല്ലാ കാര്യങ്ങളും ലൈക്ക് ഒരു എന്താ പറയാ, നല്ല രീതിയിൽ ആൾക്കാർ ഇടപെടുന്ന ആൾക്കാരാണ് മലയാളികൾ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക് എന്റെ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഇനി വയനാടിന്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴും നമ്മൾ കണ്ടായിരുന്നു കുറെ അധികം നെഗറ്റീവ് കമന്റ്സും അങ്ങനത്തെ കാര്യങ്ങളും കണ്ടായിരുന്നു. അപ്പോ ഞാന് പിന്നെ കുറച്ചാളെന്ന് വെച്ചാല് പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് പാടായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ കുറച്ച് ഒരു അറൌണ്ട് ഒരാഴ്ചത്തേക്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു. മിക്കവർക്കും അറിയില്ല, ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എനിക്കറിയില്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജെയ്സ് എന്ന് പറഞ്ഞിട്ട്, ആളിവിടെ സ്വന്തമായിട്ട് കമ്പനി റൺ ചെയ്യണം, കമ്പനി. അപ്പൊ ആളിനടുത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചപ്പോ, നമ്മളിങ്ങനെ ചില്ലിരുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോ പിന്നെ എനിക്കെന്തോ പിന്നെ വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായി. പിന്നെ ഞാനിപ്പോ എന്റെ മൈൻഡ് എന്ന് വെച്ചാല് വീഡിയോ ഇടാം, കമന്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ് മാത്രം റിപ്ലൈ കൊടുക്കാം, അല്ലാത്ത കമന്റ് ഒന്നും റിപ്ലൈ കൊടുക്കണ്ട, ഞാൻ പിന്നെ ഒഴിവാക്കാന്നുള്ള ഇതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പൊ ഞാന് പണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. കുറെ പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ എന്താണ് ബ്രോ ഈ കൺസൾട്ടേഷൻ ഫീയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നൊക്കെ. ഞാൻ ആദ്യ സമയത്തൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ടെല്ലാം കാര്യങ്ങളും കൊടുത്തോണ്ടിരുന്ന വെച്ചാൽ ഞാൻ റെഫർ ചെയ്തിട്ട് കുറെ പേരെ ജോബിനും കാര്യങ്ങളും കയറ്റി ചെയ്യാം. പക്ഷെ നമുക്കത് ലാസ്റ്റ് തലവേദനയായിട്ട്, നമ്മള് പറഞ്ഞല്ല, മലയാളീസ് കുറച്ച് ആൾക്കാരൊക്കെ നമുക്ക് തന്നെ അത് തിരിച്ച് പാരയായിട്ട് വരും. പിന്നെ നമ്മുടെ ടൈം, അങ്ങനെ കുറെ എക്സാമ്പിൾസ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ UK-ൽ വന്നതിന് ശേഷം. നമ്മള് ഒരാളെ ഹെൽപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് അവസാനം ഈവൻ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. നമുക്ക് അതിൽ കമ്മീഷൻ ഒന്നുമില്ല. അക്കോമഡേഷൻ അറേഞ്ച് കൊടുത്തിട്ട് ലാസ്റ്റ് അവര് വന്ന ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി. ഓണർ ഒരു ഇംഗ്ലീഷുകാരൻ, എന്റെ ഫ്രണ്ട് ആയിരുന്നു, ആളായിട്ട് ഞാൻ തെറ്റി ലാസ്റ്റ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇഷ്യൂസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടി ഇപ്പൊ ലൈക്ക് എല്ലാം സോർട്ട് ചെയ്തിട്ട്, ലൈക്ക് നല്ലൊരാളാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ അങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. പണ്ട് ഞാൻ വെച്ചാൽ എല്ലാവരും റെഫർ ചെയ്യുമായിരുന്നു, പാർട്ട് ടൈം ജോബ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ഇപ്പൊ ഓക്കെ ബ്രോ, അപ്പോൾ ലൈക്ക് നമുക്ക് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം നമ്മുടെ ഈ പോഡ്കാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിട്ട് വന്നതിന് താങ്ക് യു. ഞങ്ങളുടെ ഫസ്റ്റ് ഗസ്റ്റ് ആണ് ഞങ്ങളുടെ പോഡ്കാസ്റ്റിന്. അപ്പോൾ താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പോൾ ബൈ ബ്രോ. അപ്പോൾ ശരി എന്നാ, നിങ്ങള് കാര്യങ്ങള് അടിച്ചൊളിക്കുക. ലൈക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കിത്. ലൈക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഗസ്റ്റ് നമ്മുടെ പോഡ്കാസ്റ്റ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആളും വന്നിട്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് തന്നു. ലൈക്ക് നമ്മളൊരു എഡ്യൂക്കേറ്റ് ചെയ്യണ പോലെ കുറേ നല്ല ഇൻഫർമേഷൻസ് ആൾ തന്നിട്ടുണ്ട്. അതെ അതെ, കുറെ കാര്യങ്ങളും കൂടി അറിയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈമിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ നന്നായിരുന്നു. പുള്ളി പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് പുതിയ അറിവുകളാണ്. കാരണം പുള്ളി നെറ്റ്ഫ്ലിക്സിൽ അപ്ലൈ ചെയ്തപ്പോ പുള്ളി പറഞ്ഞു, പുള്ളി CV അടക്കം അതിനു വേണ്ടി പുള്ളി പുതുതായിട്ട് ഉണ്ടാക്കി. നമ്മളൊക്കെ മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മള് ഒരു CV ഉണ്ടാക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. അപ്പൊ ഒരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ട് മാർക്കറ്റിംഗ് പോലുള്ള എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്നവര് ഇങ്ങനെ അതൊക്കെ നല്ലൊരു ഇതായിരുന്നു. നമുക്കപ്പോ പുതിയ അറിവുകൾ. പിന്നെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കാരണം
കോൺവെർസേഷൻ നല്ല ഈസി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനും ചോദിച്ചാൽ കൂടുതൽ പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ അതെ ചെയ്യുന്നുണ്ട്. അതെ അതെ. ആളാണ് ആദ്യം കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് റെസ്പോണ്ട് ചെയ്തായിരുന്നു, പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തായിരുന്നു. കമ്മ്യൂണിക്കേഷനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ലൈക്ക് എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി. നല്ലൊരു ഹ്യൂമൻ. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഗൈസ് ഫോർ കമ്മിങ്. സി യു. Yeah, ബൈ. see you. See you, bye.